നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഗീതാഹൃദയത്തിൽ അർജുന വിഷാദയാഗത്തിൻ്റെ ശ്ലോകം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് അർജുനൻ്റെ ആശങ്കകളിൽ ക്ഷത്രിയ വീരത്തോടെ പ്രവർത്തിക്കുവാൻ ക്ഷത്രിയരുണ്ടാകാതെ അയക്കുന്ന അർജുനൻ എന്ന അവസ്ഥ വരുമെന്ന ആശങ്കയാണ് അർജുനൻ ഭഗവാനുമായി പങ്കുവച്ചത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 44. ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ അനിയതം വാസു ഭവതീത്യനുശുശ്രുമ. അല്ലയോ ജനാർദ്ദന, ആരുടെ കുലധർമ്മമാണോ നഷ്ടമാകുന്നത് ആ മനുഷ്യർ അനിശ്ചിതകാലം നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. അടുത്ത ശ്ലോകം 45. അഹോബിത മഹത്പാപം കർത്തും വ്യവസ്ഥിത വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യന്ത്യതാഹ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അയ്യോ എന്തൊരു കഷ്ടം, രാജ്യസുഖം കിട്ടാൻ വേണ്ടി സ്വന്തം സഹോദരങ്ങളെ കുരുതി കൊടുക്കാൻ ഒരുമ്പെടുന്ന നമ്മൾ എത്ര വലിയ പാപമാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ശ്ലോകം, അടുത്ത 2 ശ്ലോകത്തോടു കൂടി അർജുന വിഷാദയോഗം അവസാനിക്കുകയാണ്. ഇതിൽ അർജുനൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ്. ശ്ലോകം 46. യദീമമ പ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുസ്തംനേ ക്ഷേമതരം ഭവേത്. ശ്ലോകം 46ൻ്റെ അർത്ഥം പറഞ്ഞാൽ, ആയുധം എടുത്ത ധൃതരാഷ്ട്രപുത്രർ നിരായുധനും പ്രതികാരം ചെയ്യാൻ തയ്യാറല്ലാത്തവനുമായ ഈ ഉള്ളവനെ ഈ രണഭൂമിയിൽ കൊന്നു വീഴ്ത്തുകയാണെങ്കിൽ അതും എനിക്ക് കല്യാണകരമായിരിക്കും, സന്തോഷമായിരിക്കും. എന്നെ ധൃതരാഷ്ട്രപുത്രർക്ക് അവരവർ കൊന്നു വീഴ്ത്തിയാലും എനിക്കത് സന്തോഷകരമായിരിക്കും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിനു മുമ്പ് പറഞ്ഞത്, ഇങ്ങനെ സഹോദരങ്ങളെ കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, എന്നെ അവർ കൊന്നാലും എനിക്ക് സന്തോഷമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം സഞ്ജയൻ പറയുന്നതാണ്. സഞ്ജയ ഉവാച. ഏവം മുക്ത്വാർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ശാപം ശോകസം വിഘ്നമാനസ. സഞ്ജയൻ പറയുന്നത്, ഇങ്ങനെ രണഭൂമിയിൽ സംസാരിച്ചുകൊണ്ട് ദുഃഖഭാരത്തിൽ തൻ്റെ ഗാണ്ഡീവം താഴെയിട്ട് ക്ഷീണിതനായി അർജുനൻ രഥത്തിലിരുന്നുവെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. അതായത് യുദ്ധം ചെയ്യാനുള്ള അർജുനൻ്റെ സമ്പൂർണ്ണ ഉത്സാഹവും കെട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീരവൃത്തി ഒലിച്ചു പോയിരിക്കുന്നു. ഹൃദയമാകട്ടെ ദുഃഖത്താൽ നിറഞ്ഞ് വിസ്ഫോടനാത്മകമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഉദാസീനനായിരിക്കുന്ന അർജുനൻ്റെ ചിത്രമാണ് അധ്യായം തീരുമ്പോൾ നാം ഇവിടെ കാണുന്നത്. വിഷാദം ഒരു യോഗമാണോ എന്ന് ഈ അദ്ദേഹത്തിൻ്റെ പേര് കണ്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അർജുന വിഷാദ യോഗം. നേടിയെടുക്കുന്നവൻ എന്നാണ് അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ധനാർജനം, ജ്ഞാനാർജനം, ഏതും ആർജിക്കുന്നവൻ, ജ്ഞാനം ആർജിക്കുന്നത്, അങ്ങനെ എന്തും നേടിയെടുക്കുന്നവനെന്നാണ് അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. മോക്ഷാർജനം അങ്ങനെ പറയാം. ജ്ഞാനം, മോക്ഷം, സ്വാധീനത എന്നിവ നേടാൻ വിഷാദം അനിവാര്യമാണ്.
ജ്ഞാനം തുടങ്ങിയവ ഇല്ലെന്ന വിഷാദത്തിൽ നിന്നുമാണ് അത് നേടാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകുന്നത്, ജനിക്കുന്നത്. ഈ അധ്യായത്തിലെ 28-ാം ശ്ലോകത്തിലെ വിഷീദന്നിത അബ്രീവീത്, വിഷീദന്നിതം അബ്രീവീത് എന്ന പ്രസ്താവനയാണ് 1-ാം അധ്യായത്തിന് ഈ പേര് നേടിക്കൊടുത്തത്. വിഷാദത്തിൽ നിന്നാണ്. ഏതും എനിക്ക് ജ്ഞാനമില്ല എന്നൊരു വിഷാദം, അതിനാണ് ജ്ഞാനം ഉണ്ടാക്കാനുള്ള, നേടിയെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എനിക്കതില്ല, അങ്ങനെ വിഷാദം, ഒരു ദുഃഖം ഉണ്ടായെങ്കിലേ അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അർജുന വിഷാദയോഗം. അർജുനൻ്റെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോ അധ്യായഃ. ഇങ്ങനെ 1-ാം അധ്യായം സമാപിച്ചു. നാളെ മുതൽ, അടുത്ത ദിവസം മുതൽ നമുക്ക് 2-ാം അധ്യായമായ സാഖ്യയോഗം ശ്രദ്ധിച്ചു തുടങ്ങാം. തുടർന്നങ്ങോട്ട് ഭഗവാന്റെ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ല ദിവസത്തിനായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭസുദിനം.